ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്ത് നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് എന്ന ഏരിയയാണ് റിവൈസ് ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യം ഈ കണ്ണ് എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് 10 നമുക്ക് അറിവിൻ്റെ വാതായനങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ആ ഭാഗങ്ങളും കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമേ കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒഫ്താൽമോളജി എന്നാണ്. ഒഫ്താൽമോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ദ്രിയ അനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്, അല്ലേ? അതുപോലെ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവവും കണ്ണ് തന്നെയാണ്. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം 3 അല്ലേ? കണ്ണിലെ പാളികൾ എന്ന് പറയുന്നത് 3 ഏതൊക്കെയാണ്? ദൃഢപടലം അഥവാ സ്ക്ലീറ, രക്തപടലം അഥവാ കൊറോയിഡ്, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. അപ്പോൾ ദൃഢപടലം അഥവാ സ്ക്ലീറ എന്നാൽ എന്താണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദൃഢത നൽകുന്ന, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ. ഇത് യോജക കലകളാൽ നിർമ്മിതമായിട്ടുള്ള പാളിയാണ്. യോജക കലകളാൽ നിർമ്മിതമായിട്ടുള്ള പാളിയാണ് ദൃഢപടലം. ഈ ദൃഢപടലം നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും ഒക്കെയാണ് നൽകുന്നത്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. ഓക്കെ, ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് സുതാര്യമായിട്ടുള്ള മുൻപോട്ട് തള്ളിയിരിക്കുന്ന ഭാഗത്തെയാണ് കോർണിയ എന്ന് വിളിക്കുന്നത്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ കോർണിയയിലൂടെയാണ്. കോർണിയയിൽ കൂടി പ്രകാശം നേത്രഗോളത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, നേത്രഗോളത്തിന് ആകൃതി നൽകുന്നതാണ് ദൃഢപടലം എന്ന് പറഞ്ഞു. ദൃഢപടലത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പതിപ്പിക്കുന്നത്, കണ്ണിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ കോർണിയയിലൂടെയാണ് എന്ന് പഠിച്ചു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത്, അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്ന ഭാഗമാണ് കോർണിയ. അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്ന ഭാഗമാണ് കോർണിയ. ഓക്കെ, അപ്പോൾ ഈ കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവയവം കണ്ണാണെന്ന്. അപ്പോൾ കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോർണിയാണ് മാറ്റിവെക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കൺജങ്ക്റ്റൈവ? ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ എന്നത് ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ആ ബാക്കിയുള്ള ഭാഗം അതിനെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലത്തിനെയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഈ കൺജങ്ക്റ്റൈവയ്ക്കുള്ള ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിങ്ങനെ 3 പടലങ്ങളാണ് നമ്മൾ കണ്ണുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. കണ്ണിൻ്റെ പ്രധാന പാളികൾ. ഇതിൽ ദൃഷ്ടിപടലം എന്ന് പറയുന്നത് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത ഭാഗമാണ്. അപ്പോൾ യോജക കലകളാൽ നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് ഈ ദൃഢപടലം. അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന 2 ഭാഗങ്ങളാണ് കോർണിയയും കൺജങ്ക്റ്റൈവയും. കോർണിയ എന്നാൽ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായ ഭാഗമാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയിലൂടെയാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്ന ഭാഗം കൂടിയാണ് കോർണിയ. കൺജങ്ക്റ്റൈവ എന്നാൽ കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ക്ലിയർ അല്ലേ? ഇനി രക്തപടലം. രക്തപടലത്തിനെ കൊറോയിഡ് എന്നുകൂടി പറയുന്നു. രക്തപടലം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. ഓക്കെ, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. അപ്പോൾ ഈ രക്തപടലത്തിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് ഐറിസ്, പ്യൂപ്പിൾ എന്നിവ. ഐറിസ്, പ്യൂപ്പിൾ എന്നിവ നോക്കാം. ഇതിൽ ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, കോർണിയയുടെ പിൻഭാഗത്ത് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം
നൽകുന്നു. അപ്പം ചിലരുടെ ഈ ഐറിസിന് ബ്ലാക്ക് കളറായിരിക്കും, ചിലർക്ക് ബ്ലൂ ആയിരിക്കും, ചിലർക്ക് ബ്രൗൺ ആയിരിക്കും. അതെന്താണ്? ഈ മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുണ്ട കളറിലാണിത് കാണപ്പെടുന്നത്. ഇനി പ്യൂപ്പിൾ എന്നാൽ എന്താണ്? ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്നതിൻ്റെ നടുക്ക് കാണുന്ന സ്പോട്ട്, അതാണ് എന്ത്? പ്യൂപ്പിൾ. അപ്പോൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ലെൻസ് എന്താണ്? സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണുകളിലുള്ളത്. സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണുകളിലുള്ളത്. അതുപോലെ സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ട് ഇവ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ലെൻസ് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഈ സീലിയറി പേശികൾ എന്ന് പറഞ്ഞാൽ? ലെൻസിനെ ചുറ്റി വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ലെൻസിനെ ചുറ്റി വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. ഇവയുടെ സങ്കോചവും അതുപോലെ വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത്. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അതുവഴിയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇമേജസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയെക്കുറിച്ച് നോക്കാം. കണ്ണിലെ ഏറ്റവും ഉള്ളിലെ പാളിയാണ് ദൃഷ്ടിപടലം എന്നത്. അതായത് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളി. ഓക്കെ, പ്രതിബിംബം രൂപപ്പെടുന്നതൊക്കെ ഈ ഒരു ഭാഗത്താണ്. ഈ ഭാഗത്ത് രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ? യഥാർത്ഥവും തല കീഴായതുമായിട്ടുള്ള ഇമേജസ് ആണ് നമ്മുടെ ദൃഷ്ടിപടലത്തിൽ അല്ലെങ്കിൽ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്. റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ അല്ലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ പ്രതിബിംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെളിമ ഉണ്ടാവുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നതാണ് പീതബിന്ദു. ഓക്കെ, അവിടെയാണ് പ്രതിബിംബത്തിന് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുന്നത്. ഇനി അന്ധബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ടത് നേത്രനാടി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവിനെ കുറിച്ചാണ്. എന്താണ് ഒപ്റ്റിക് നെർവ്? ഈ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം അതേതാണ്? സെറിബ്രമാണ്. അപ്പോൾ നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നേത്രനാഡിയുടെ ഡ്യൂട്ടി. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് വരുന്നത് കണ്ണിലെ ദ്രവങ്ങളാണ്. അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അപ്പോൾ എന്താണ് അക്വസ് ദ്രവം? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറകളിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറകളിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു. ഓക്കെ, അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നതാണ്. ഇതുപോലെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? മസ്തിഷ്കം പഠിച്ചപ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ? രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യുന്ന മറ്റൊരു ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് അക്വസ് ദ്രവവും രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു. അതുപോലെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. ഓർത്തിരിക്കുക, കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് ദ്രവം. അക്വസ് അറകളിലാണ് ഈ അക്വസ് ദ്രവം നിറഞ്ഞിരിക്കുന്നത്. ജലം പോലെയുള്ള ഒരു ദ്രവമാണ്. ഇനി നമുക്ക് വിട്രിയസ് ദ്രവത്തെക്കുറിച്ച് നോക്കാം. വിട്രിയസ് ദ്രവം എവിടെയാണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറകളിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. വിട്രിയസ് ദ്രവം ജെല്ലി പോലെയാണ്. അക്വസ് ദ്രവമാണെങ്കിലോ ജലം പോലെയാണ്. കണ്ണിൻ്റെ ആകൃതി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. ജെല്ലി കണക്കിരിക്കുന്നതാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ദൃഷ്ടിപടലത്തിലെ പ്രകാശഗ്രാഹികളായിട്ടുള്ള കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ദൃഷ്ടിപടലത്തിലെ പ്രകാശഗ്രാഹികളായ കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഈ റോഡ് കോശങ്ങൾ എന്നാൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് കറുപ്പും വെളുപ്പുമായി കാണുന്നതിന് സഹായിക്കുന്നതാണ് റോഡ് കോശങ്ങൾ. കോൺ കോശങ്ങളാണെങ്കിലോ തീവ്ര പ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായകമാകുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഇതിനുള്ളിൽ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നൊക്കെ പറയുന്ന ഒരു വർണ്ണ വസ്തു കാണുന്നുണ്ട്. നമ്മുടെ മൂങ്ങയുടെയൊക്കെ ദൃഷ്ടിപടലത്തിൽ പ്രകാശഗ്രാഹികളായിട്ടുള്ള കോൺ കോശങ്ങളില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് ചെയ്യുന്നത്? പകല് കണ്ണ് കാണാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ്. ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തുവാണ് ഇവിടെ കാണുന്നത്. മൂങ്ങയുടെ ദൃഷ്ടിപടലത്തിൽ ഈ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് മൂങ്ങയ്ക്ക് പകല് കണ്ണ് കാണാനായിട്ട് സാധിക്കാത്തത്. അതുപോലെ മനുഷ്യന്റെ നേത്രത്തിൽ ഈ സംഭവം ഉണ്ട്. എന്തുണ്ട്? കോൺ കോശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കളേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മനുഷ്യ നേത്രത്തിൽ കാണപ്പെടുന്ന റോഡ് കോശങ്ങളെക്കാൾ കൂടുതൽ പൂച്ചയുടെയും മാനിൻ്റെയും ഒക്കെ കണ്ണിൽ ഉണ്ട് ഈ റോഡ് കോശങ്ങൾ. അപ്പോൾ അത് കാരണം പൂച്ച, മാൻ എന്നീ മൃഗങ്ങൾക്കൊക്കെ രാത്രിയിൽ നന്നായിട്ട് കണ്ണ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മനുഷ്യരുടെ കണ്ണിൽ റോഡ് കോശങ്ങൾ ഉണ്ട്, പക്ഷേ പൂച്ചയുടെയും മാനിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് റോഡ് കോശങ്ങൾ കുറവാണ്. പീതബിന്ദുവിലാണ് ഈ കോൺ കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ അന്ധബിന്ദുവിൽ എന്തില്ല? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഒന്നും കാണപ്പെടുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞു കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ച്. അതായത് ഐറിസിലെ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുകയാണ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ആ സമയത്ത് പ്യൂപ്പിൾ വികസിക്കുന്നു. ഓക്കെ, മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു അല്ലെങ്കിൽ ചുരുങ്ങുന്നു. ആ സമയത്ത് പ്യൂപ്പിൾ വികസിക്കുന്നു. ഇനി തീവ്ര പ്രകാശമാണെങ്കിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു. തീവ്ര പ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു. ആ സമയത്ത് പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അങ്ങനെയാണ് പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായിട്ട് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, പ്രകാശ തീവ്രത അനുസരിച്ച് കൃഷ്ണമണിയുടെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പ്രതിബിംബം രൂപപ്പെടുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കും. അതിനു വേണ്ടിയിട്ട് കോർണിയയുടെയും ലെൻസിൻ്റെയും ഒക്കെ വക്രത സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും തലതിരിഞ്ഞതും ആയിരിക്കും. റെറ്റിനയിൽ രൂപപ്പെടുന്ന ഇമേജിന്റെ പ്രത്യേകത എന്നത് ഈ പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. റെറ്റിനയിൽ രൂപപ്പെടുന്ന ഇമേജസ് എപ്പോഴും യഥാർത്ഥവും തലതിരിഞ്ഞതും ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ഒരു പ്രത്യേകതയുള്ളത്, നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും ഒക്കെ ഒരുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇനി അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും കണ്ണിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റാണ് ഇത്. PYQ ആണ്, പഠിച്ചു വയ്ക്കാം. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ അയയുന്നു. ലെൻസിന്റെ വക്രത കൂടുന്നു. ഫോക്കൽ ദൂരം കുറയുന്നു. ഒന്നുകൂടെ നോക്കാം. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിന്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇനി നമുക്ക് അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം. സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. സ്നായുക്കൾ വലിയുന്നു. ലെൻസിന്റെ വക്രത കുറയുന്നു. ഫോക്കൽ ദൂരം കൂടുന്നു. ഇത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിന്റെ വക്രത കുറയുകയും ഫോക്കൽ ദൂരം കൂടുകയും ചെയ്യുന്നു. ക്ലിയർ? അടുത്ത പോയിന്റ്, സമഞ്ജതാക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ്? കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി
ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവ്. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം പല സമയത്തും പലതായിരിക്കും. നമുക്ക് ആ ഇമേജ് കറക്റ്റായിട്ട് കാണുകയും വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇമേജ് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ടും ഫോക്കൽ ദൂരം ക്രമീകരിച്ചുകൊണ്ടാണ് പ്രതിബിംബം റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്. റെറ്റിനയിൽ തലതിരിഞ്ഞ യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യും അല്ലേ? അത് സെറിബ്രത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ കാഴ്ചയുടെ അനുഭവം നമുക്ക് ഉളവാകുന്നത്. അപ്പോൾ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം പല സമയത്തും പലതായിരിക്കും. അപ്പോൾ ഈ അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തുകയും ഫോക്കൽ ദൂരം ക്രമീകരിക്കുകയും പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുകയും വേണം. അങ്ങനെയുള്ള ആ കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജതാക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്നാൽ 25 സെൻറ്റിമീറ്റർ ആണ്. എന്താണ് ഈ നിയർ പോയിന്റ്? വ്യക്തമായ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ദൂരത്തിനെയാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത പോയിന്റ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനക്കുലാർ വിഷനെ കുറിച്ചാണ്. അതായത് ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് ആണല്ലോ. നമുക്ക് 2 കണ്ണിലും ഓരോ ഇമേജസ്, സെപ്പറേറ്റ് ഇമേജസ് ആണ് പതിക്കുന്നത്. അപ്പോൾ ഈ 2 ദൃശ്യങ്ങളും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്, നമ്മുടെ സെറിബ്രത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ പ്രവർത്തന ഫലമായിട്ട് ഈ 2 ഇമേജസും കൂടി സംയോജിക്കുമ്പോഴാണ് നമുക്ക് ഈ വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓരോ വസ്തുവിൻ്റെയും നമുക്ക് 2 ഇമേജസ് ആണ് ഫോം ചെയ്യുക കണ്ണിൽ. അത് ഈ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഒറ്റ ഇമേജായിട്ട് ഫോം ചെയ്യുന്നത്. അതാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നേത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ്. കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങളെക്കുറിച്ചുമാണ് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. ഇവിടെ ആദ്യമായിട്ട് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, മാലക്കണ്ണ് എന്നെല്ലാം അറിയപ്പെടുന്നതാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ നമ്മുടെ റെറ്റിനാളിൻ്റെ അളവ് കുറയും. ഓക്കെ, റെറ്റിനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഈ റെറ്റിനാലിൻ്റെ അളവ് കുറയും. ഓക്കെ, റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഓക്കെ, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം റെറ്റിനോളിൻ്റെ ഉൽപ്പാദനം കുറയും. അതുപോലെ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണവും തടസ്സപ്പെടും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ചക്കുറവുണ്ടാവും. ഈ ഒരു അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നെല്ലാം അറിയപ്പെടുന്നത്. ഇനി സീറോഫ്താൽമിയ എന്താണ്? സീറോഫ്താൽമിയയും വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടാകുന്നവർക്ക് വരുന്ന അസുഖമാണ്. ഓക്കെ, അങ്ങനെ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടാകുമ്പോൾ നേത്രാവരണവും കോർണിയയും എല്ലാം വരണ്ട് കോർണിയ അതാര്യമായി തീരും. ഇതാണ് സീറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നത്. ഈ സീറോഫ്താൽമിയ ടെസ്റ്റ് ചെയ്യുന്നാൽ, ഈ സീറോഫ്താൽമിയ നിർണ്ണയിക്കുന്ന ടെസ്റ്റിന് പറയുന്ന പേരെന്താണ്? റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് എന്നത് സീറോഫ്താൽമിയ നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ്. അടുത്തത് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്താണെന്ന് നോക്കാം. ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങൾ നമ്മുടെ റെറ്റിനയിലുണ്ട്. ഈ കോൺകോശങ്ങളുടെ തകരാറ് മൂലം നമുക്ക് ഈ കളേഴ്സ്, ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ ഒരു അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ചുവപ്പ്, പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഈ വർണ്ണാന്ധതയുള്ളവരെ നമ്മുടെ സൈന്യത്തിലേക്കോ അല്ലെങ്കിൽ ഡ്രൈവർ, പൈലറ്റ് അങ്ങനെയുള്ള ജോലികൾക്കൊന്നും തിരഞ്ഞെടുക്കില്ല. കാരണം എന്താണ്? അവർക്ക് സിഗ്നലുകളൊന്നും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വർണ്ണാന്ധതയ്ക്കുള്ള ടെസ്റ്റാണ് ഇത് ഇഷിഹാര ടെസ്റ്റ്. നമ്മുടെ ജോൺ ഡാൾട്ടൺ അല്ലെ, ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ജോൺ ഡാൾട്ടന് ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓക്കെ, ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്ധത ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ്. അടുത്തൊന്നാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്?
കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് നമ്മൾ പഠിച്ചു. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടും. ഓക്കെ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ പ്രഷർ കൂടും. അപ്പോൾ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാവുകയും അന്ധതയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ലേസർ ശസ്ത്രക്രിയയൊക്കെ നിലവിലുണ്ട്. ഓക്കെ, ഗ്ലോക്കോമ എന്നത് നിശബ്ദ കാഴ്ചശക്തി അപഹാരി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ പ്രഷർ കൂടുകയും അതുവഴി റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കുമെല്ലാം നാശം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അന്ധതയിലേക്ക് വരുന്നത്. ഈ ഒരു അവസ്ഥയാണ് എന്ത് പറയുക, ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇനി തിമിരം അഥവാ കാറ്ററാക്ട്. എന്താണ് തിമിരം എന്നാൽ? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ തിമിരം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. പ്രായാധിക്യത്താൽ വരുന്ന ഒരു അസുഖം കൂടിയാണ് ഈ തിമിരം എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് അതാര്യമാവുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇനി ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന സ്ഥലം. ഈ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ചെങ്കണ്ണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയ, വൈറസ് അതൊക്കെയാണ് ഇതിൻ്റെ രോഗകാരികൾ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെങ്കണ്ണ് ഒരാൾക്ക് വന്നാൽ ആ ക്ലസ്റ്ററിൽ എല്ലാവർക്കും വരും. അതായത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെയാണ് ഈ ഒരു രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു രോഗത്തെ തടയാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. പിങ്ക് ഐ, മദ്രാസ് ഐ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. സ്പർശനത്തിലൂടെയാണ് ഈ രോഗം പകരുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി എന്നിവയെക്കുറിച്ച് നോക്കാം. എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ, അതാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. അടുത്തുള്ളതിനെ കാണാം. ഓക്കെ, ഏതാണോ കാണുന്നത് ആ പേരിലാണത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തുള്ളതിനെ കാണാം, ദൂരെയുള്ളതിനെ കാണാൻ പറ്റില്ല. അതാണെന്ത്? ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഇനി അടുത്തത് ദീർഘദൃഷ്ടിയാണ് അല്ലെങ്കിൽ ലോങ് സൈറ്റ്, ഹൈപ്പർ മെട്രോപ്പിയ എന്നറിയപ്പെടുന്നു. അതായത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ, അതാണ് ദീർഘദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും, ദീർഘദൃഷ്ടിയാണ്. അപ്പോൾ ദൂരെയുള്ളതിനെ കാണാൻ സാധിക്കും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. ഈ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന് ഉത്തല ലെൻസ് എന്നുകൂടി പറയും. ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിറകുവശത്താണ്. ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് നമ്മുടെ റെറ്റിനയ്ക്ക് പിറകുവശത്താണ്. അതായത് നേത്രഗോളത്തിൻ്റെ നീളം അവർക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് പ്രതിബിംബം റെറ്റിനയുടെ പിറകിലായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി ഉള്ളവർക്ക് നേത്രഗോളത്തിൻ്റെ നീളം കുറവായതിനാൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലാണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ യൂസ് ചെയ്യേണ്ട ലെൻസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? കോൺവെക്സ് ലെൻസാണ്. അങ്ങനെയാണെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉള്ളവർക്ക് പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. കാരണം അവർക്ക് നേത്രഗോളത്തിൻ്റെ നീളം കൂടുതലാണ്. നേത്രഗോളത്തിൻ്റെ നീളം കൂടുതലായതിനാൽ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് റെറ്റിനയ്ക്ക് മുൻപിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും ഒന്നിച്ചുള്ള ആളുകൾ, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസാണ്. ബൈഫോക്കൽ ലെൻസാണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ്. ഇതുകൂടാതെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്യ എന്ന് പറയുന്നത്. അതായത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. വെള്ളെഴുത്തിനെ പ്രസ് ബയോപ്യ എന്നുകൂടി പറയുന്നു. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്.
മറ്റൊന്ന് കോങ്കണ്ണ് അല്ലെങ്കിൽ സ്ക്വിൻറ്റ്. എന്താണ്? കണ്ണിലെ ഈ നേത്രഗോള പേശികളുടെ ചലനം സാധ്യമാകാത്ത ഒരു അവസ്ഥ. കണ്ണിലെ നേത്രഗോള പേശികളുടെ ചലനം സാധ്യമാവാത്ത അവസ്ഥയെയാണ് കോങ്കണ്ണ് അല്ലെങ്കിൽ സ്ക്വിൻറ്റ് എന്ന് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം എന്നാൽ എന്താണ്? വിഷമദൃഷ്ടി. എന്നാൽ എന്താണ്? ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിലുണ്ടാവുന്ന വൈകല്യം കാരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലെൻസിൻ്റെയും കോർണിയയുടെയും ഒക്കെ വക്രത ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഫോം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാവുന്ന വൈകല്യം കാരണം വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറഞ്ഞതായിട്ടുള്ള ഇമേജ് വരുന്നൊരവസ്ഥ, അതിനെയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ്. ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാവുന്ന വൈകല്യം കാരണം വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്നെല്ലൻ ചാർട്ടിനെ കുറിച്ചാണ്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ്. കാഴ്ചശക്തി പരിശോധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണിത്. 7 വരികളിലായിട്ടാണ് ഈ ഒരു ചാർട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്ന് 6 മീറ്റർ അകലെ നിന്നിട്ടാണ് ഈ ചാർട്ട് നമ്മളെ വായിപ്പിക്കുന്നത്. നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ 6 മീറ്റർ അകലെ നിർത്തിയാണ് നമ്മൾ ഈ ചാർട്ട് വായിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ വരിയും വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വായനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാഴ്ചശക്തി പരിശോധിക്കുന്നത്. അതുപോലെ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ, ബ്രെയിലി ലിപി, ടോക്കിംഗ് വാച്ച് എന്നിവ. ഓക്കെ, അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ഈ ബ്രെയിലി ലിപി എന്നുള്ളത്. അതുപോലെ ലൂയിസ് ബ്രെയിലിയാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് ആണ്. അതായത് ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന സമയം, അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. 1/16 സെക്കൻഡ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് എത്രയാണ് സമയം? 1/10 സെക്കൻഡ് ആണ്. ഓക്കെ, ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.